ദിവസം രാവിലെ ഫെർണാണ്ടസ് മാൻഷനിൽ ഗാഥ ഞെട്ടി ഉണർന്നു. കണ്ണു തുറന്നു നോക്കിയ അവൾ അവരുടെ റൂമിലാണെന്ന് കണ്ട് അമ്പരന്നു. അയ്യോ, ഇതെങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ ഡേറ്റിന് പോയതല്ലേ? അവരുടെ ആദ്യ ഡേറ്റിന് സംഭവിച്ചത് എന്തെന്നോർത്ത് അവൾ ചുണ്ടുകൾ കടിച്ചു. എന്റെ മാതാവേ, ഞാൻ എന്താണ് ചെയ്തത്? ഇന്നലെ ആ പ്രേത വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഡേറ്റിന് പോകുന്നവർക്ക് പോകാൻ പറ്റിയ ഇടമാണോ അത്? അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇന്നലെ നല്ലൊരു റൊമാൻറ്റിക് സീൻ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. ഗാഥ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തലവേദനിക്കുന്നുണ്ടോ? റേയുടെ ശബ്ദം ഒരു തണുത്ത കാറ്റ് പോലെ കേട്ടു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി ആ കട്ടിലിൽ ഇരുന്നു. ഇന്നലെ താൻ മയങ്ങി വീണു. താൻ ചിലപ്പോ ഫാസ്മോഫോബിക് ആയിരിക്കാം. അല്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞു. സത്യമാണോ? അവൻ അവളോട് ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ കയറിയത്? അവൻ അല്പ സന്ദേഹത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് ഹൊറർ ഇഷ്ടമാണെന്ന് തോന്നിയതുകൊണ്ട്. അവൾ അല്പം കെറിവോടെ പറഞ്ഞു. ആര് പറഞ്ഞു എനിക്ക് ഹൊറർ ഇഷ്ടമാണെന്ന്? അവൻ വീണ്ടും സംശയത്തോടെ, അതിലേറെ അത്ഭുതത്തോടെ ചോദിച്ചു. പക്ഷെ നിങ്ങൾ തന്നെയല്ലേ അങ്ങോട്ട് കയറിപ്പോയത്? എന്നിട്ട് ഗാഥയ്ക്ക് തന്റെ പ്രസ്താവന തുടരാനായില്ല. അവളെ അവിടേക്ക് വലിച്ചിഴിച്ചത് അവനല്ല, അവനെ വലിച്ചിഴിച്ചത് അവളാണെന്ന് അവൾക്ക് ഓർമ്മ വന്നു. സോറി, അവൾ അവനെ ചമ്മലോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നാണിച്ചു നിൽക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ അവൾ ചഞ്ചലപ്പെട്ടു. റേയ്ക്ക് ആ ഭാവം ഒരുപാട് ഇഷ്ടമായി. അവൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി. എന്തിനാ സോറി? അവൻ ആർദ്രമായ ശബ്ദത്തോട് ചോദിച്ചു. അത് നമ്മുടെ ആദ്യ ഡേറ്റ്, അത് ഞാൻ കാരണം കോളമായി. അവൾ കുറച്ച് കുറ്റബോധത്തോടെ പറഞ്ഞു. അവൾക്ക് ഇന്നലെ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. വിചാരിച്ച ഒന്നും നടന്നില്ല. അതും അവൾ കാരണം. അത് തന്റെ തെറ്റല്ലല്ലോ, അവൻ പറഞ്ഞു. പിന്നെ അവൻ തന്റെ നീണ്ട സുന്ദരമായ കൈ അവളുടെ നേരെ ഉയർത്തി. അവളുടെ തലയിൽ മെല്ലെ തന്റെ കൈപ്പത്തി വെച്ചു. അവളുടെ മുടിയിൽ തഴുകി. ഗാഥയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ റേയുടെ സൗമ്യമായ പ്രഭാവലയം തൽക്ഷണം അവിശ്വസനീയമാം വിധം തണുത്തു. അവളെ ഉപദ്രവിച്ച ആളുകൾ ഇപ്പോൾ എവിടെയാ? അവൻ മരവിച്ച ശബ്ദത്തിൽ ചോദിച്ചു. അവരെല്ലാം നാണമില്ലാതെ ആ തറവാട്ടിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്, കാർത്തി അല്പം അമർഷത്തോടെ പറഞ്ഞു. അവരെ വെറുതെ വിടരുത്. റേയുടെ വാക്കുകൾ മുറുകിയിരുന്നു. ആരെയും വെറുതെ വിട്ടിട്ടില്ല, കൊടുക്കേണ്ടത് കൊടുത്തു. അപ്പോൾ ഇനി ആ വീടിന്റെ കാര്യമോ? ഇനിയൊരിക്കലും അവിടേക്ക് പോകാൻ അവൾക്ക് ഇഷ്ടമില്ലെന്ന് എനിക്ക് തോന്നുന്നു. റേയുടെ ഭാവത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനിടയിൽ കാർത്തി പറഞ്ഞു. ഒരു വികാരവും പ്രകടിപ്പിക്കാതെ റേ ഒരു ചെറിയ മറുപടി നൽകി. എന്നാൽ അത് വാങ്ങിച്ചേക്ക്. ഗാഥ അവളുടെ കട്ടിലിൽ അന്താളിച്ചിരുന്നു പോയി. റേ തന്നോട് ഇത്രയും നല്ല രീതിയിൽ അവന്റെ കെയർ കാണിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ നിമിഷം അവൾക്ക് തോന്നിയത് വല്ലാത്തൊരു ഊഷ്മളമായ അനുഭൂതിയായിരുന്നു. 5 മുതൽ 8 വരെയുള്ള ഘട്ടങ്ങൾ അവരുടെ ഡേറ്റിനിടയിൽ നടക്കേണ്ടതായിരുന്നു. അതിനൊന്നും ഇനി സ്കോപ്പില്ല. എന്നാൽ ഭാഗ്യവശാൽ സ്റ്റെപ്പ് നമ്പർ 9 ഒരു നല്ല ചോയ്സായി തോന്നി. അവൾ അത് വായിച്ചു. സ്റ്റെപ്പ് 9, അദ്ദേഹത്തിന് വേണ്ടി ലഞ്ചോ സ്നാക്സോ ഉണ്ടാക്കി കൊടുക്കുക. അതായത് അവന് വേണ്ടി സ്വയം പാചകം ചെയ്യുക. ഹെലൻ തന്നോട് പറഞ്ഞ വാക്കുകൾ ഗാഥ ഓർത്തു. നമ്മൾ ആർക്കെങ്കിലും സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച സമ്മാനങ്ങളോ സ്വയം ഒരുക്കിയ ഭക്ഷണമോ നൽകുന്നത് അയാൾക്ക് നമ്മളെ തൽക്ഷണം സ്പെഷ്യലായി തോന്നിപ്പിക്കും. ഇത് ശരിക്കും ഒരു പുരുഷനെ ഒരു സ്ത്രീയിലേക്ക് വീഴ്ത്തുന്നതിനുള്ള നല്ലൊരു വഴിയാണ്. ഇത് ഞാൻ കലക്കും. ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റും മിസ്റ്റർ റേ. അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. കാർത്തിയേട്ടാ, നിങ്ങളുടെ ബോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഈ പെൺകുട്ടി എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ അല്പം ഭയപ്പെടുത്തുന്ന ഒരു ബോഡി ഗാർഡിനെ പോലെയല്ലേ നിൽക്കുന്നത്? ഇപ്പോഴാണ് അവളുടെ കണ്ണിൽ ഞാൻ റേയുടെ അമ്മയെ പോലെ ആയത്. പ്ലീസ് പ്ലീസ് എന്നോട് പറ, പ്ലീസ്. അല്ല, നീ എന്താ ഇതൊന്നും അവനോട് നേരിട്ട് ചോദിക്കാത്തത്? ഞാൻ ചോദിച്ചു, പക്ഷെ അദ്ദേഹം ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഗാഥ അല്പം പിണക്കത്തോടെ എന്നപ്പോൾ പറഞ്ഞു. ഓ, ഞാൻ പ്രതീക്ഷിച്ചു. അവന് നന്നായി അറിയാമായിരുന്നു റേക്ക് ഭക്ഷണത്തിൽ എന്നല്ല ഒന്നിലും പ്രത്യേകിച്ച് ഇഷ്ടമില്ല എന്ന്. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടോ? പേരിന് പോലും ഒരു ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവോ? അവൻ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളാണ്. കാർത്തി അല്പ തമാശയോടെ പറഞ്ഞു. ഗാഥ വിഷമിക്കേണ്ട,
നീ അവന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. അവൻ ഇഷ്ടപ്പെട്ടാലോ? നമുക്ക് നോക്കാലോ. എന്നാ ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ലേറ്റാവും. ഈ ഡ്രസ്സൊക്കെ മാറി എപ്പോഴാണോ ഒന്ന് ഇറങ്ങാനൊക്കുക. അവനോട് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷെ കോണിപ്പടിയിൽ നിന്ന് ചുവടുകൾ വെക്കുന്ന ശബ്ദം വരുന്നത് കേട്ടപ്പോൾ അവൾ ഒന്ന് നിന്നു. അവൾ തല ഉയർത്തി നോക്കി. പ്രതീക്ഷിച്ചതുപോലെ റേ അവിടെ ഒരു ദൈവിക അസ്തിത്വം പോലെ നിൽക്കുകയായിരുന്നു, അവളെ നോക്കിക്കൊണ്ട്. അവളും അവനെ തന്നെ നോക്കി നിന്നു. റേ ഒന്നും മിണ്ടിയില്ല. അനങ്ങാതെ മരം പോലെ നിൽക്കുന്ന റേയെ നോക്കിയപ്പോൾ കാർത്തിക്കിന് ചൊറിഞ്ഞു വന്നു. ഇവൻ എന്തെങ്ങനായിപ്പോയത്? അവളോടൊന്ന് റൊമാൻറ്റിക്കായി സംസാരിക്കാനോ ഒന്ന് കൈപിടിക്കാനോ പോലും ഇവന് തോന്നാത്തതെന്താ? കാർത്തികിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു റേയുടെ മരം പോലുള്ള ആ നിൽപ്പ് കണ്ടിട്ട്. അവൾ സ്റ്റെപ്പുകൾ കയറി റേക്കരികിലെത്തി. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോണം, അവൾ അവളുടെ പതിവ് മിന്നുന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. റേ അവളെ നോക്കി. അവൾക്ക് വീണ്ടും എന്തോ പറയാനുള്ളതുപോലെ. അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. അതെനിക്ക് ഞാൻ തനിച്ചു പോവാമെന്നാ കരുതുന്നത്. എന്തിനാ ഒറ്റയ്ക്ക്? ആരെങ്കിലും കൂടെ വരും, അവൻ പറഞ്ഞു. അയ്യോ, അത് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പോകണം, അവൾ കുറച്ച് വാശിയോടെ പറഞ്ഞു. നിനക്ക് ഇവിടെ ഒന്നും പരിചയമില്ലാത്തതാണ്, കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് പൊയ്ക്കോളൂ, അവൻ എപ്പോഴത്തെയും പോലെ തീർത്തു പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. മാത്രമല്ല ഇവിടെയൊക്കെ എനിക്ക് അറിയാം. നിങ്ങളില്ലാത്ത സമയം ഞാൻ ഇവിടുന്ന് പുറത്തു പോയിരുന്നു. റേ അവളെ അല്പനേരം നോക്കി. എന്നിട്ട് അവളോട് സമ്മതഭാവത്തിൽ തല കുലുക്കി. അവരുടെ ഡേറ്റിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പ്ലാൻ 8 നിർവഹിക്കുന്നതിനുള്ള മികച്ച അവസരമാണിതെന്ന് മനസ്സിലാക്കിയ അവൾ തൽക്ഷണം സ്വയം മിഷൻ മോഡിലേക്ക് മാറി. അവൾ ആ സ്റ്റെപ്പ് മനസ്സിൽ ഓർത്തെടുത്തു. അവളുടെ മനസ്സിലെ വാക്കുകളുടെ നീണ്ട പട്ടികയിൽ സിമ്പിൾ കിസ് എന്ന വാക്ക് ചുവന്ന മഷി കൊണ്ട് ധൈര്യത്തോടെ അടയാളപ്പെടുത്തി. പറയുമ്പോഴും കേൾക്കുമ്പോഴുമുള്ള സിമ്പിൾ പ്രവൃത്തിയിൽ വരുമ്പോൾ അത്ര സിമ്പിൾ ആവില്ല എന്നവൾക്ക് നന്നായി അറിയാമായിരുന്നു. ചിലപ്പോൾ മറ്റേതൊരു തീവ്രമായ ചുംബനങ്ങളെക്കാളും ഇത് കൂടുതൽ ഫലപ്രദമായിരിക്കും. അവൾ സംശയത്തോടെ മുകളിലേക്ക് കയറി തുടങ്ങി. അവളുടെ ഉള്ളിൽ വലിയൊരു വടംവലി നടക്കുകയാണ്. മനസ്സിലുള്ള കാര്യം ഇപ്പൊ ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. റേയുടെ പ്രതികരണം എന്താവും എന്നവൾക്ക് യാതൊരു ഊഹവുമില്ല. അവൻ ഇഷ്ടപ്പെടുമോ എന്ന് പോലും അറിയില്ല. പൊതുവെ ഒന്നിനും ഇഷ്ടമില്ലാത്ത ആൾക്ക് ഇതെന്തായാലും ഇഷ്ടാവില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഗാഥ കോണിപ്പടി കയറി മുകളിലെത്തിയിരുന്നു. എന്നാൽ റൂമിലേക്ക് പോകുന്നതിന് മുൻപ് ഗാഥ പെട്ടെന്ന് നിന്നു. അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ റേ ഇപ്പോഴും ആ പടിക്കെട്ടിൽ ഒരു ശില പോലെ നിൽക്കുകയാണ്. അവൾ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ വളരെ വേഗത്തിൽ റേയുടെ അടുത്തേക്ക് ഓടി. ഒരു മുന്നറിയിപ്പും കൂടാതെ അവൾ അവന്റെ അടുത്തെത്തിയ നിമിഷം എത്തി വലിഞ്ഞ് അവന്റെ ചുണ്ടുകൾക്കരികിൽ കവിളിൽ ഒരു ചുംബനം നൽകി. എന്നിട്ട് അവനെ നോക്കാതെ തിരിഞ്ഞ് ആ സ്റ്റെപ്പുകൾ ഓടിക്കയറി അവരുടെ റൂമിലേക്ക് മറഞ്ഞു. അണയ്ക്കുമ്പോഴേ അകന്നിടും, നിനക്കും തോറും നിനച്ചിടും അനുരാഗമേ. റേ ആ കോണിപ്പടികളിൽ ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് കഴിഞ്ഞ നിമിഷം സംഭവിച്ചതെന്ന് അവൻ ഓർത്തു നോക്കി. അവൾ തന്റെ കവിളിൽ ചുംബിച്ചോ? അതോ തനിക്ക് തോന്നിയതാണോ? അവൾ എന്നോട് സംസാരിച്ചിട്ട് തിരിഞ്ഞു പോയതല്ലേ? പിന്നെങ്ങനെ ഇത് സംഭവിച്ചു? പക്ഷേ അവളുടെ അധരങ്ങളുടെ ചെറുചൂട് ഇപ്പോഴും തന്റെ കവിളിലുള്ളതുപോലെ. ആ മാർദ്ദവമായ അധരങ്ങളുടെ നനുത്ത സ്പർശനം തന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെ. എന്നാലും അവൾക്കതിന് എങ്ങനെ കഴിഞ്ഞു? യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളോ വാക്കുകളോ ഇല്ലാതെ ഒരു ചെറു ചുംബനം നൽകാൻ, അതും കാറ്റുപോലെ പാഞ്ഞു വന്ന് ഓടി മറയാൻ. റേ അത്ഭുതപ്പെട്ടു. മുന്നോട്ട് നോക്കിയ അവൻ കണ്ടു ആകാംക്ഷയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാർത്തിയെ. ഓയ് റേ, അവിടെ നിൽക്ക്. അവൻ റേയുടെ തൊട്ടടുത്തെത്തി. പിന്നെ റേയെ പിടിച്ച് അവന്റെ തോളിൽ ഒരു കൈവച്ച് അവനെ നോക്കി ചിരിച്ചു. അതും ആക്കിയ പോലെ ഒരു ചിരി. റേ അവനെ നോക്കിയെങ്കിലും പ്രതികരിച്ചില്ല. റേ, എങ്ങനെ ഉണ്ടായിരുന്നു? വാട്ട്? റേ ഒന്നും സംഭവിക്കാത്തതുപോലെ ചോദിച്ചു. അവനും വ്യക്തമായി അറിയാമായിരുന്നു കാർത്തി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫ്ലാഷ് കിസ്? അതെങ്ങനെ ഉണ്ടായിരുന്നു? കാർത്തി കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. റേ അവനെ തുറിച്ചു നോക്കിയപ്പോൾ കാർത്തി പെട്ടെന്ന് നിർത്തി. ഓ റേ, മതി നിന്റെ അഭിനയം.
എന്നോട് പറ, ഹൗ ഡു യു ഫീൽ? കാർത്തി വീണ്ടും അവനെ ശല്യം ചെയ്തു. നീ എന്തായി പറയുന്ന കാർത്തി? റേ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. കാർത്തി എത്രയൊക്കെ ചോദിച്ചാലും ഒന്നും പറയില്ല എന്ന് തീരുമാനിച്ചതുപോലെ. നീ നാണിക്കൊന്നും വേണ്ട, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ആയെന്ന് എനിക്ക് അറിയാം. എനിക്ക് 1001% ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലേ റേ? അവൻ അസ്വസ്ഥതയോടെ തല വെട്ടിച്ചു. എന്നിട്ടും കാർത്തി പിന്മാറിയില്ല. നീ അപ്പൊ ശരിക്കും ഞെട്ടിയില്ലേ? ആ കിസ് കിട്ടിയതിനു ശേഷമുള്ള ആ നീണ്ട നിശബ്ദത. എനിക്കറിയാം നീ അതിന്റെ ഷോക്കിലാണ്. കാർത്തിയുടെ ഉച്ചത്തിലുള്ള നിലവിളി മാൻഷനുള്ളിൽ പ്രതിധ്വനിച്ചു. അവന്റെ വാക്കുകൾ മുഴുവനാക്കുന്നതിനു മുൻപ് റേ അവനെ ഒരു കൈകൊണ്ട് അടിക്കാൻ ശ്രമിച്ചു. കാർത്തിയാണേൽ ശക്തമായ അടി കിട്ടിയ കുഞ്ഞിനെ പോലെ വലിയ ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്. അവൻ വേദനിക്കുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു. അഭിനയം നിർത്ത്, എനിക്ക് അവളുടെ പിറകെ പോകണം, റേ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അല്ല, എന്തിനാ നീ പോകുന്നത്? നിനക്ക് വിഷമമുണ്ടോ? അവളെ മിസ് ചെയ്യുവോ? എനിക്ക് തോന്നുന്നത് നിനക്ക് അവളോട് ഇതിനകം ആണോടാ? ഷടപ്പ്, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടി വരും, റേ പതിവ് ഗൗരവത്തിൽ പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോ നിർത്താം, നമുക്ക് പോവാം. കാർത്തിയും അംഗീകരിച്ചു. ഇതേ സമയം അവരുടെ റൂമിൽ ഗാഥ അവളുടെ ചുണ്ടുകൾ ശക്തിയായി കടിച്ചുകൊണ്ടിരുന്നു. അവൾ അവനെ ചുംബിച്ച നിമിഷം അവൾക്ക് അവളുടെ ഉള്ളിൽ നിന്നും എന്തിനു പിന്നെയും ഈ മൗനം തുടർന്നിടും? നീ എൻ നിഴലായി പിറകെ വഴികളിൽ. നിന്നിലായെന്നുമേ നിൻമുഖം തെളിഞ്ഞിടും, നീ എന്നും നിറഞ്ഞിടും എൻ മിഴികളിൽ.